ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്കുള്ളൊരു സ്പെഷ്യൽ മെസ്സേജാണ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനെ പറ്റിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങളെ തേടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിന് നിങ്ങളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് മാക്സിമം റെസണേറ്റ് ആവാനായിട്ട് നിങ്ങളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഈ ഒരു റീഡിംഗ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ റീഡിങ്ങിലെ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളയുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അബ്സോർബ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിന് സമാധാനം തരുന്ന റീഡിംഗ് ആയിട്ട് ഇത് മാറട്ടെ. അപ്പോൾ നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജ്. ടാരോ പ്ലീസ് ഗൈഡ് മീ ഫോർ ദിസ് റീഡിംഗ്. ഈ ഒരു റീഡിങ്ങിൽ ടാരോ എന്താണ് എൻ്റെ ഓഡിയൻസിനായിട്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. എന്താണ് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ്? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. സോ നിങ്ങൾക്ക് 2 കാർഡ്സ് ജംപ്ഡ് ഔട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. 7 ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് 2 കാർഡ്സ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണ്? നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിവൈൻ മെസ്സേജ് എന്താണ്? നിങ്ങൾക്ക് അടുത്തൊരു കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഈ കാർഡ്സ് എല്ലാം റിവീൽ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത ഒരു കാർഡ് എടുത്ത് നോക്കാം. നിങ്ങളുടെ ഡിവൈൻ മെസ്സേജ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഡിവൈൻ മെസ്സേജ് എന്താണ്? നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഡിവൈൻ മെസ്സേജ് എന്താണ്? നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കൊരു ആക്ഷൻ കാർഡ് കൂടി ഞാൻ നോക്കാം. നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ നിങ്ങൾക്ക് 2 കാർഡ്സാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അതൊക്കെ നമുക്കൊന്ന് റിവീൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഹിഡൻ ആയിട്ട് ഇരിക്കുന്ന കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. 1 ദ ഫൂൾ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. 2 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 3 ദ സൺ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ആക്ഷനായിട്ട് കിട്ടിയിരിക്കുന്ന 2 കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ 6 ഓഫ് പെൻറ്റക്കിൾസും അതുപോലെ ദ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന 2 കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് കപ്സ് എന്നിട്ടുള്ള കാർഡാണ്. നിങ്ങളിൽ പലരും ഇപ്പോൾ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ആൾക്കാരായിരിക്കാം. കാര്യം നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഒരു മൂവ്മെൻ്റ് ഇല്ല. നിങ്ങൾ എന്ത് തുടങ്ങിയാലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിലേക്ക് പോകുമ്പോഴും ഒരു ബ്ലോക്കേജ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു തടസ്സം, അല്ലെങ്കിൽ ഒരു മുന്നോട്ട് നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ വിചാരിച്ച രീതിയിലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു തരത്തിലേക്ക് മൂവ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരിക, ഒന്ന് സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥയിലായിരിക്കും ഇപ്പോൾ. ഒരു സ്റ്റക്കായ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പലപ്പോഴും ലൈഫിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു ഭാരം നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ കാണും. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുന്ന ഒരു റീഡിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും പല പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എനർജിയിലുള്ള ആൾക്കാരാണ്. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ മുഴുവൻ ഭാരങ്ങളും ഉപേക്ഷിച്ച്, നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കാം. പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം. യാത്ര തുടങ്ങുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കാൻ പോകുമായിരിക്കാം. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു അഡ്വഞ്ചറസ് ജേർണിയിലേക്ക് നിങ്ങൾ പോകാം. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ. മൊത്തത്തിൽ നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി ഒറ്റയ്ക്കൊരു ലൈഫ്, അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ ഭാരമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളിൽ പലർക്കും നിങ്ങൾക്കൊരു കമ്പാനിയൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളൊരു വലിയ നല്ലൊരു റിലേഷൻഷിപ്പൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. ഒരു കമ്പാനിയൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നൊരു സമയമായിരിക്കാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നൊരു സമയമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നൊരു സമയമായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് മേജറായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ട്രാൻസിഷൻ സമയം ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഇതുവരെയുള്ള ഭാരങ്ങൾ, ഇത് സൺ കാർഡും അതുപോലെ ഫൂളും പറയും, നിങ്ങളുടെ ഭാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ യാത്ര അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണി, ലൈഫ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പറയുന്നത്. ഇതുവരെയുള്ള തടസ്സങ്ങളൊക്കെ പുറകിൽ ആക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരു എനർജി നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജംപ്ഡ് ഔട്ട് കാർഡിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പണവുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുകയാണെങ്കിലും റിലേഷൻഷിപ്പുകളായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലതിലേക്ക് എടുത്ത് ചാടാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. മേ ബി മിന്നുന്നതെല്ലാം പൊന്നായിരിക്കില്ല, നിങ്ങൾ കാണുന്നതെല്ലാം ശരിയാവണം എന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചില സിറ്റുവേഷൻ നിങ്ങളുടെ ഈ ഒരു മനസ്സിന് ഇപ്പോൾ ഒരു റിലാക്സ്ഡ് അല്ല എന്നുള്ള ഒരു അവസ്ഥ കൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നത്.
ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശീലം, അനാവശ്യമായിട്ടൊരു ശീലം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് റിലാക്സ്ഡ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങളൊരു പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ജേർണി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കും, അതിനൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല ഗ്യാംബ്ലിംഗ് പോലുള്ള പല കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടാനുള്ളൊരു ത്വര കാണിക്കും, ചില അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്പുകളിലേക്കൊക്കെ എടുത്ത് ചാടാനുള്ളൊരു ത്വര കാണിക്കും. അത് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ജംപ്ഡ് ഔട്ട് കാർഡാണ്. ഇപ്പോഴത്തെ കറണ്ട് സെനാരിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു എനർജി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാനുള്ളൊരു എനർജിയിലേക്കായിരിക്കും പോകാനുള്ള സാധ്യത. ഓക്കെ, സോ നിങ്ങളുടെ ആക്ഷൻ കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരണം എന്നുള്ളത് തന്നെയാണ്. ഒരു ബാലൻസ് വരും. അപ്പോൾ അതിലും ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുന്ന മേജർ ആർക്കാന കാർഡ് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കിട്ടുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സ് ഭാരപ്പെടുന്ന പല കാര്യങ്ങളിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത് വൈസ് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ചികിത്സാ മാർഗം തേടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പലതിലേക്കും എടുത്തു ചാടാൻ നിങ്ങൾക്ക് തോന്നും. അവിടെ ഇവിടെ ഓരോന്നൊക്കെ കാണുമ്പോൾ അതിലേക്ക് പോയാലോ ഇത് ചെയ്താലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾ നിലനിൽക്കുക. ഓക്കെ, അപ്പോൾ അതൊരു ഗൈഡൻസ് ആണ്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൊരു ഗൈഡൻസ് ആണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. നിങ്ങൾക്കിവിടെ എല്ലാത്തിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു റീബർത്ത് സ്റ്റേജ് ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുന്ന കാര്യങ്ങളോടൊക്കെ നിങ്ങൾക്ക് ഒരു ഗുഡ് ബൈ പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. സോ ഇതൊരു നല്ല റീഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് തന്നെയാണ് ഈ റീഡിങ്ങിൽ പറയുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് നിങ്ങളിലെ റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലെയിം ചെയ്യുക. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.